ഹലോ. അപ്പോൾ ഇന്ന് എൻ്റെ ഡെയിലി റൊട്ടീനാണ്. ഡേ 19 ആണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നാരുവിന് കുറച്ച് ഓട്സാണ് കാച്ചിയത് കൊടുക്കുന്നത്. കാരണം ഇന്ന് ചായ ഇട്ട് കൊടുത്തില്ല. അപ്പോൾ ഇത് കുടിച്ചിട്ടാണ് ആൾ ജിമ്മിൽ പോണത്. ഇത്തിരി ഒന്ന് ലേറ്റായി കേട്ടോ ആൾ പോകാനായിട്ട്. അപ്പോൾ ഇതായിരുന്നു രാവിലത്തെ ആളുടെ ഫുഡ്. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം എൻ്റെ ഫുഡ് കഴിക്കാനായിട്ട്. പിന്നെ ഇന്ന് വെയിറ്റ് എടുക്കാൻ പറ്റിയില്ല. വെയിറ്റിംഗ് മെഷീൻ ചെറുതായിട്ടൊന്ന് കേടായിരിക്കുക. വേറെ ഒരെണ്ണത്തിന് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ കുടിച്ചത് നമ്മുടെ അയമോദകം തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇപ്പോൾ കുറച്ച് 2 ദിവസമായിട്ട് ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇന്ന് രാവിലെ തന്നെ മീൻ കറി വെക്കാൻ കരുതി. അപ്പോൾ കിട്ടിയ മീൻ ഇത് പാര, എന്തോ ഒരു പാരയെന്ന് കേട്ടോ പറഞ്ഞേ, ആവോലിപ്പാര മീൻ. അപ്പോൾ അത് ഞാൻ പെട്ടെന്ന് മീൻ കറി വെച്ചിട്ടുണ്ട്. ഒന്നിൻ്റെ റെസിപ്പി എടുക്കുന്നില്ല, ഇതൊക്കെ ഞാൻ ഓൾറെഡി വീഡിയോയിൽ കാണിച്ചിട്ടാണ്. അപ്പോൾ രാവിലെ കഴിച്ചത് മൾട്ടിഗ്രെയിനും രാഗിയും കൂടെ മിക്സ് ചെയ്ത പുട്ടും മീൻ കറി ആയിട്ടാണ് കേട്ടോ ഞങ്ങളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പോയത്. നാരൂന് പിന്നെ തേങ്ങയൊക്കെ ഇട്ടിട്ട് സെയിം പുട്ടുപൊടി തന്നെ ചെയ്ത് കൊടുത്തത്. അപ്പോൾ പുട്ടൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഉച്ചക്കത്തേക്കുള്ള പരിപാടിയൊക്കെ ആയിരുന്നു. ഉച്ചയ്ക്ക് കോവയ്ക്ക മെഴുക്കുവരട്ടിയും പിന്നെ മോര് കാച്ചിയതും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എടുത്തത് കുറച്ച് ചോറും കോവയ്ക്ക മെഴുക്കുവരട്ടിയും പിന്നെ മോര് കാച്ചിയതായിരുന്നു. മീൻ കറി ഉച്ചയ്ക്ക് എടുത്തില്ല കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് എൻ്റെ കാര്യങ്ങൾ അങ്ങനെ, നാരൂന് മീൻ കറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വൈകിട്ട് ഒരു അരമണിക്കൂർ ത്രെഡ്മില്ലിലൊക്കെ നടന്നായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഈ സംഭവങ്ങളെല്ലാം എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട് ചെയ്യാനായിട്ട് ഞാൻ തല നിറയിൽ എണ്ണ തേച്ച് വെച്ചിട്ടിരിക്കുകയാണ്. എൻ്റെ കാച്ചിയ എണ്ണയാണ് തലയിൽ തേക്കുന്നത്. അത് മൊത്തം തീർന്നു. അപ്പോൾ അത് അടുത്തത് കാച്ചാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും പുറത്തുണ്ട് കേട്ടോ. അപ്പോൾ പാപ്പു മാത്രം പുറത്തിറങ്ങാറില്ല. അവൻ്റെ കാലിൽ മണ്ണ് പറ്റുന്ന അവന് ഇഷ്ടമല്ല. അപ്പോൾ എക്സസൈസൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് എനിക്കൊന്ന് വിശന്ന് അങ്ങനെ കുറച്ച് നട്ട്സ് കഴിച്ചാണ് കേട്ടോ. അപ്പോൾ എണ്ണ കാച്ചാനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാണ്. അങ്ങനെ ഞാൻ എണ്ണ കാച്ചാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസൊന്നും ഞാൻ പറയുന്നില്ല, കാരണം പലരും പല രീതിയിലാണല്ലോ കാച്ചുന്നത്. ഞാൻ കാച്ചിയ എണ്ണ തേച്ചാലേ എൻ്റെ മുടിക്ക് പറ്റുള്ളൂ കേട്ടോ. ഞാൻ കുറേ എടുത്തുനിന്ന് എണ്ണ വാങ്ങി തേച്ചിട്ടുണ്ട്. കുറേ ഈ വീട്ടിലുണ്ടാക്കുന്നവരൊക്കെ ഇങ്ങനെ വാങ്ങിക്കാനൊക്കെ യൂട്യൂബിലൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയും വാങ്ങി തേച്ചിട്ടുണ്ട്. പക്ഷേ ഒന്നും എൻ്റെ മുടി പൊഴിച്ചിലിനൊന്നും മാറ്റിയിട്ടുണ്ടായിരുന്നു. കാരണം PCODയും കൂടെ ഉള്ളതുകൊണ്ട് നല്ല രീതിയിൽ മുടി പൊഴിച്ചിലുണ്ടാവും കേട്ടോ. അപ്പോൾ എനിക്ക് എഫക്റ്റീവായിട്ടുള്ളൊരു എണ്ണ ഞാൻ കാച്ചിയ എണ്ണ തന്നെയാണ്. ഇതിപ്പം നാരൂനായാലും ഇത് നന്നായിട്ട് പെട്ടെന്ന് മുടി കിളിക്കുകയും മുടി പൊഴിച്ചിലിനൊക്കെ നല്ല മാറ്റമുണ്ട് കേട്ടോ. ഞാൻ ആഴ്ചയിൽ ഒരു 2 ദിവസം നന്നായിട്ട് തല നിറച്ച് എണ്ണ തേച്ചിട്ട് തല കുളിക്കാറുണ്ട്. ബാക്കി എല്ലാ ദിവസവും തല കുളിക്കാറുണ്ട്, പക്ഷേ എണ്ണ തേക്കാറില്ല കേട്ടോ. 2 ദിവസം എണ്ണ തേക്കാറുള്ളൂ. കാരണം ഒരുപാട് നേരം എണ്ണ തേച്ച് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. എനിക്ക് തലവേദനയും വരും, മാത്രമല്ല നല്ല പിമ്പിൾസും വരും കേട്ടോ. അപ്പോൾ ഞാൻ പിച്ചിക്കൊണ്ട് വന്ന സംഭവങ്ങളും കാര്യങ്ങളും എല്ലാം ഇട്ട് ഒന്ന് മിക്സിയിൽ അരച്ചെടുത്തു. എന്നിട്ട് ഞാനിവിടെ 1 ലിറ്റർ എണ്ണയാണ് എടുത്തേക്കുന്നത്. അത് ചേർത്തു. ഞാനിപ്പം പറഞ്ഞു വരികയാണെങ്കിൽ നമ്മുടെ കറ്റാർ വാഴ, നെല്ലിക്ക, പിന്നെ കീഴാനെല്ലിയില്ലേ അത്, ചെമ്പരത്തി ഇല, പേരയില, അങ്ങനെ കുറേ സംഭവങ്ങൾ, പനിക്കൂർക്ക തന്നെ വെരിഗേറ്റഡും ഉണ്ട്, നോർമൽ പനിക്കൂർക്ക, അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. കുറേ സംഭവങ്ങൾ കിട്ടിയിട്ടില്ല, കിട്ടാത്തതൊന്നും ഇട്ടില്ല കേട്ടോ. പിന്നെ ഈ കാണുന്ന എന്താ സംഭവം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം? നമ്മുടെ ലിപ് ബാം ചെയ്ത ടൈമിൽ ഞാൻ വേമ്പാടപ്പട്ട ഇട്ട് വെച്ചിരുന്നില്ലേ വെളിച്ചെണ്ണയിൽ, അതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ളതും കൂടെ ഞാൻ ഇതിൽ ചേർത്തേക്കാം. ഞാൻ ഓൾറെഡി വേമ്പാടം പട്ട ചേർക്കാറുണ്ട്. അപ്പം ഞാൻ ഇതിൽ കുറച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ എല്ലാം ഇടാറുണ്ട് കേട്ടോ. കരിഞ്ജീരകം ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ തെറ്റി ഇടാറുണ്ട്. എനിക്ക് തെറ്റിയും കിട്ടിയില്ല, കയ്യൂന്നിയും കിട്ടിയില്ല. പിന്നെ ഇരട്ടി മധുരത്തിൻ്റെ വേര് ചേർക്കാറുണ്ട്. പക്ഷെ അതൊന്നും ഈ വട്ടം കിട്ടിയില്ല കേട്ടോ. ഉള്ളതൊക്കെ കൊണ്ട് എണ്ണ കാച്ചിയതാണ്. ഇപ്പോൾ എന്തൊക്കെയാണോ അവൈലബിളായിട്ട് എൻ്റെ വീട്ടിലുണ്ടായിരുന്നത് അതെല്ലാം വെച്ചിട്ടാണ് കേട്ടോ കാച്ചിയത്. അപ്പോൾ എൻ്റെ ഓയിൽ എപ്പോഴും ഈ ഒരു റെഡ് കളറിലായിരിക്കും കേട്ടോ ഇരിക്കുന്നത്. കാരണം ഞാനതിൽ ഈ വേമ്പാടപ്പട്ടയൊക്കെ ചേർക്കുന്നതുകൊണ്ടാണ്. എന്നിട്ട് ഇത് നല്ല രീതിയിൽ കാച്ചിയെടുക്കും. പിന്നെ എണ്ണ കാച്ചാൻ അറിയാത്തവരാണെങ്കിൽ ഈ പരിപാടിക്ക് പോകരുത്. കാരണം ഇതിനൊരു പരുവമുണ്ട്. നല്ല മൂത്ത് പോയി കഴിഞ്ഞാൽ നന്നായിട്ട് മുടി പൊഴിയാൻ തുടങ്ങും. മാത്രമല്ല നമ്മൾ ഈ കരിഞ്ജീരകമൊക്കെ ചേർക്കുമ്പോൾ ഉള്ളതുപോലെ വലിച്ചു വാരി ചേർക്കരുത്. ഉലുവയും വലിച്ചു വാരി ചേർക്കരുത്. ഉലുവ തണുപ്പാണ്, കൂടുതലാവാൻ പാടില്ല. അതേപോലെ കരിഞ്ജീരകം ഒരുപാടായി കഴിഞ്ഞാൽ ചൂടാണ്, മുടി നന്നായിട്ട് പൊഴിയാൻ തുടങ്ങും. ഓപ്പോസിറ്റ് എഫക്റ്റ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ അറിയാവുമ്പോൾ മാത്രം, അല്ലെങ്കിൽ നല്ല പരിചയമുള്ളവർ മാത്രം എണ്ണ കാച്ചിയില്ലെങ്കിൽ പണി കിട്ടും കേട്ടോ. കാച്ചിയ എണ്ണയെന്ന് പറയുമ്പോൾ അതിനൊരു പരുവമുണ്ട്, അതിൽ തന്നെ എടുക്കുക. അപ്പോൾ അത് ഇവിടെ ആയി വരികയാണ്. ഞാൻ പിന്നെ ഇതിൽ ഒരു 100 ഗ്രാം ആവണക്കെണ്ണയും കൂടെ ചേർത്തായിരുന്നു കേട്ടോ. അപ്പോൾ അത് അവിടെ ആയിക്കൊണ്ടിരിക്കുക. അത് കുറച്ച് ടൈം എടുക്കും കേട്ടോ ആവാൻ. അപ്പോൾ ഇവിടെ നമ്മുടെ പാപ്പുക്കുട്ടൻ്റെ ആ ഒരു ദേഹത്തെ ഹെയറെല്ലാം ട്രിം ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെയാണ് ഇവിടെ മൊത്തം കിടക്കുന്നത്. ഇനി മൊത്തം വാക്യൂം ചെയ്തെടുക്കണം. എന്നിട്ട് മൊത്തത്തിൽ തൂത്ത് തുടച്ചെടുക്കണം. കാരണം അവന് ചൂടായതുകൊണ്ട് ഒട്ടും പറ്റുന്നില്ല. ഭയങ്കരമായിട്ട് റാഷസ് ഒക്കെ വരും നമ്മൾ എത്ര നോക്കിയാലും. പിന്നെ മറ്റേ പട്ടിക്കുട്ടികളുടെ തുപ്പലും ഇതെല്ലായിരുന്നു പ്രശ്നമാവുന്നുണ്ട്. നമ്മൾ സീറോ ട്രിം ചെയ്ത് കൊടുത്തു. തലയിലും വാലിലും മാത്രം വെച്ചിട്ട് ബാക്കി സീറോ ട്രിം ചെയ്ത് ഇതിടയ്ക്ക് നമ്മൾ ചെയ്യാറുണ്ട് കേട്ടോ.
അപ്പോൾ എണ്ണയൊക്കെ അവിടെ ആയി. അത് കഴിഞ്ഞിട്ട് ഇതെന്ന് പറയുന്ന അഞ്ജനക്കല്ലും പച്ചക്കർപ്പൂരമാണ് കേട്ടോ. ഇതൊക്കെ വളരെ നല്ലതാണ്. എനിക്കാണെങ്കിൽ ചെറുതായിട്ട് തലയിൽ ഇച്ചിങ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാൻ ഇതൊക്കെ ഇട്ടിട്ടാണ് എണ്ണ കാച്ചുന്നത്. അപ്പോൾ അതാണ്. പിന്നെ കുറച്ച് നമ്മൾ എണ്ണ കാച്ചി വെക്കുന്ന കുപ്പിയിൽ രാമച്ച ഇട്ട് വെച്ചിട്ടുണ്ട്. കാരണം ഈ രാമച്ചൊക്കെ ഇങ്ങനെ അതിലിരുന്ന് അതിൻ്റെ ആ ഒരു എസൻസൊക്കെ ഇറങ്ങി ആ എണ്ണയ്ക്ക് ഭയങ്കര മണമായിരിക്കും കേട്ടോ. എന്നിട്ട് നമ്മളത് ഒരു 2 ദിവസം വെച്ചിട്ട് 3-ാമത്തെ ദിവസം തൊട്ട് എടുത്ത് നമ്മൾ തലയിൽ തേക്കുകയാണെങ്കിൽ ഭയങ്കര എഫക്റ്റാണ്. നല്ല എണ്ണയാണ്. എനിക്ക് ഇത് ഇപ്പം മുടി വളർച്ച എന്നുള്ളതിനേക്കാളും എനിക്ക് വേണ്ടത് എൻ്റെ മുടി പൊഴിയാതിരിക്കുക എന്നുള്ളതാണ്. അതിന് എനിക്ക് ഈ എണ്ണ ഭയങ്കര എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വലിയൊരു കുപ്പിയിലും ചെറിയൊരു കുപ്പിയിലാക്കി വെക്കുന്നത്. ചെറിയ കുപ്പിയിലാകുമ്പോൾ എടുക്കാൻ എളുപ്പമാണല്ലോ. നാരു എന്നും എണ്ണ തേച്ചാണ് കുളിക്കുന്നത്. ഞാൻ 2 ദിവസം തേക്കാറേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നാരുവിന് ചെറിയ കുപ്പിയാകുമ്പോൾ എളുപ്പമാണല്ലോ. അപ്പോൾ ഞാൻ ആവണക്കെണ്ണ വാങ്ങിയ ചെറിയ കുപ്പിയിൽ തന്നെ കുറച്ച് ഈ സംഭവങ്ങളെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ദേ വലിയ കുപ്പിയിലേക്ക് ഇത് മൊത്തം അരിച്ചെടുക്കുകയാണ്. ഞാൻ ആദ്യം അരിപ്പിയിലരിക്കാൻ നോക്കി, പിന്നെ മെനക്കേടായതുകൊണ്ട് പിന്നെ ഒരു തുണി എടുത്തിട്ടിട്ട് അതിൽ ഇട്ട് പിഴിഞ്ഞെടുക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ എണ്ണ ഞാൻ കാച്ചി വൈകിട്ട് വെച്ചിട്ട് രാത്രി ഒരു 11 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഇങ്ങനെ അരിച്ചെടുക്കുന്നത്. കാരണം അതിൽ തന്നെ കുറച്ച് നേരം ഇരിക്കണം. അപ്പം ഞാൻ വീണ്ടും പറയുകയാണ്, എണ്ണ കാച്ചാൻ അറിയാത്തവരാണെങ്കിൽ ഇതൊന്നും കണ്ടിട്ട് പോയി ചെയ്യരുത്, പണി കിട്ടും. കാരണം നമ്മൾ ഒരു മൂപ്പിന് ഓഫ് ചെയ്ത് വെച്ചാലും അതിലിരുന്ന് ആ ചൂടിൽ ഒന്നും കൂടെ ഒന്ന് മൂക്കും. അപ്പോൾ കറക്റ്റ് മൂപ്പിന് നമ്മൾ ഓഫ് ചെയ്യാൻ പാടില്ല കേട്ടോ. അതിനൊക്കെ അതിൻ്റേതായ ഒരു പരിവുണ്ട്. അപ്പോൾ അതിൽ തന്നെ എണ്ണ കാച്ചാൽ. അപ്പോൾ ഞാൻ കണ്ടില്ലേ, ഇതേ രാമച്ചും ഇതിനകത്ത് പച്ചക്കർപ്പൂരവും പിന്നെ അഞ്ജനക്കല്ലും എല്ലാം അടിയിൽ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ മേലിലാണിങ്ങനെ. എനിക്ക് പണ്ട് നല്ല മുടി ഉണ്ടായിരുന്നുണ്ട്. പണ്ട് നല്ല കട്ടിയുള്ള മുടിയായിരുന്നു. പിന്നെ ഞാൻ ഈ സ്ട്രെയിറ്റനിങ്ങും അതും ഇതുമൊക്കെ ചെയ്ത് കെമിക്കലി ചെയ്തിട്ടൊക്കെ എൻ്റെ മുടി പോയതായിട്ടോ. ഇപ്പോൾ പിന്നെ PCOD ആകുമ്പോൾ പിന്നെ പറയണ്ടല്ലോ. അപ്പോൾ രാത്രി ഞാനൊരു മുട്ട ഓംലെറ്റാണ് കഴിച്ചത്. കൂടെ അവിടെ പട്ടിക്കുട്ടികൾക്ക് രാത്രിത്തേക്കുള്ള ചോറാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.